ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ധാരാളം പ്രതിഭകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടേതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് മലയാള സിനിമയിലെ മുൻനിര ഹാസ്യ നടന്മാരിൽ ഒരാളായ പ്രതിഭയെക്കുറിച്ചാണ്. ആരാണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഗഫൂർ കാ ദോസ്ത്. ഈ ഒരു ഒറ്റ ഡയലോഗ് മതി ആളെ നമുക്ക് മനസ്സിലാകാൻ. മലയാളികളുടെ ഗഫൂറിക്കയായ മലയാള സിനിമയുടെ സ്വന്തം മാമുക്കോയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാനൊരു തുറന്ന മനസ്ഥിതിക്കാരനാണെന്ന് കാണിക്കാൻ ചില മണ്ടന്മാർ ആദ്യ രാത്രിയിൽ മുമ്പത്തെ ചില പ്രേമകഥകളൊക്കെ ഭാര്യമാരോട് പറയും. അതാണ് ഏറ്റവും അപകടം. ഒരക്ഷരം വിട്ടു പറയരുത്. കുതിരവട്ടം പപ്പുവും മാള അരവിന്ദനും ജഗതി ശ്രീകുമാറും ഒക്കെ മലയാള സിനിമയിൽ അരങ്ങു തകർത്തിരുന്ന കാലം. മൂന്ന് പേരും അവരവരുടേതായ വ്യത്യസ്തങ്ങളായ ഹാസ്യാവതരണ ശൈലിയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തിയിരുന്നു. ഇതിൽ കുതിരവട്ടം പപ്പു ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് കോഴിക്കോടൻ സംസാര ശൈലിയിലുള്ള പ്രയോഗങ്ങളിലൂടെയായിരുന്നു. അവിടേക്കായിരുന്നു മാമുക്കോയ എന്നൊരു സാധാരണക്കാരന്റെ കടന്നുവരവ്. മെലിഞ്ഞ ശരീരപ്രകൃതിയും തികച്ചും സാധാരണക്കാരനായ ഒരു ഗ്രാമീണന്റെ സ്വഭാവ രീതികളുമുള്ള ആ കലാകാരൻ പക്ഷെ ക്യാമറയുടെ മുൻപിലേക്ക് എത്തിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മലയാള സിനിമയിൽ അതുവരെ പരിചയമില്ലാത്ത കോഴിക്കോടൻ മുസ്ലിം ഭാഷാ ശൈലിയുടെ നിഷ്കളങ്കമായ സൗന്ദര്യം തന്നെയായിരുന്നു അദ്ദേഹത്തെ ജനഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് അടുപ്പിച്ചത്. തികച്ചും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരനായി വളർന്ന് സാധാരണക്കാർക്കിടയിൽ ജോലി ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു മാമുക്കോയ. ഉപജീവനത്തിനായുള്ള ജോലികൾക്കിടയിലും അദ്ദേഹത്തിന് നാടകം കൂട്ടായുണ്ടായിരുന്നു. ഈ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിലെ കലാകാരന് കരുത്തു പകർന്നത്. വളരെ സ്വാഭാവികമായ ലളിത സുന്ദരങ്ങളായ ഭാവങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒഴുക്കോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാമുക്കോയുടെ ഓരോ ഡയലോഗുകളും മുഖഭാവങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായി പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടു. മാമുക്കോയുടെ സംസാര ശൈലിയുടെ പ്രത്യേകത കൊണ്ട് ധാരാളം മുസ്ലിം കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടി വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒട്ടും കുറവില്ലാതെ തന്നെ മറ്റു കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തു. ഏത് കഥാപാത്രമായാലും മാമുക്കോയുടെ ഒരു തനതായ ശൈലി അതിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ കഥാപാത്രങ്ങളുടെയൊക്കെ പിന്നിലെ വിജയ രഹസ്യവും അതുതന്നെയായിരുന്നു. ഒരു സാധാരണ ഡയലോഗോ രംഗമോ മാമുക്കോയ അവതരിപ്പിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായ പല നർമ്മ മുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത് നേരാണ്. നിങ്ങളെ കടലാസ് ഒപ്പിട്ട് കൊടുത്താലേ പ്രായം തന്നെ പെണ്ണാ. ഒരു സംവിധായകൻ പറയുന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഒരു നടൻ അഭിനയിക്കാറ്. എന്നാൽ മാമുക്കോയുടെ കാര്യം വരുമ്പോൾ പല സംവിധായകരും മാമുക്കോയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യം വിട്ടു നൽകുന്നതാണ് കാണാറ്. അദ്ദേഹത്തിൻ്റെതായ തനതു ശൈലിയിൽ അദ്ദേഹത്തിൻ്റെതായ മീറ്ററിൽ നിന്നുകൊണ്ട് ഏത് വ്യത്യസ്ത കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുവാനുള്ള മാമുക്കോയയുടെ കഴിവിനെ അവർ തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് കാരണവും. മാത്രമല്ല മാമുക്കോയ എന്ന നടന്റെ അഭിനയത്തിലെ ആ സത്യസന്ധതയാണ് കാണികൾ ആസ്വദിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഒട്ടും അഭിനയിക്കാത്ത നടനാണ് മാമുക്കോയ എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തന്റെ നിഷ്കളങ്കമായ അഭിനയത്തിന്റെ വഴികളിൽ ധാരാളം പടവുകൾ ചവിട്ടിക്കയറിയ നടനാണ് മാമുക്കോയ. അധികം എനിക്കും കുറെ പറയാനുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നാം കണ്ടു പരിചയമുള്ള ആരോടെങ്കിലും ഒക്കെ സാമ്യം തോന്നുകയാണെങ്കിൽ ആ കഥാപാത്രത്തിനോട് നമുക്ക് വൈകാരികമായ ഒരു അടുപ്പം തോന്നും, അല്ലേ? മാമുക്കോയയുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതയും ഇതുതന്നെയാണ്. അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആരോടെങ്കിലും ഒക്കെയായി ഒരു സാമ്യം തോന്നും. പ്രായഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഞാൻ ഷേഖ് സാഹിബിനെ ഒന്ന് കാണാൻ വന്നതാ. എന്തെങ്കിലും ഒരു ജോലി തരണം, എന്നെ കൈവിടരുത്. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു പരമ ദരിദ്രവാസിയാണ് ഞാൻ. വളരെ ശക്തമായ ജീവിത അനുഭവവും വ്യക്തമായ നിരീക്ഷണ ബോധവുമുള്ള ഒരാൾക്ക് മാത്രമേ ക്യാമറയുടെ മുൻപിൽ നൈസർഗികമായി അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാമുക്കോയുടെ കാര്യത്തിൽ ഇത് അക്ഷരം പ്രതി ശരിയാണെന്ന് പറയേണ്ടി വരും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം നേടുവാനേ സാധിച്ചുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിത അനുഭവങ്ങളാണ് മുന്നോട്ട് നയിച്ചത്. പഠനത്തിനു ശേഷം ഉപജീവനം തേടിയിറങ്ങിയ അദ്ദേഹം ഒരു തടി ഡിപ്പോയിൽ മരമളക്കുന്ന ആളായി ജോലിയിൽ പ്രവേശിച്ചു. തികച്ചും സാധാരണ ആളുകളുമായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു സാധാരണ ജീവിതമായിരുന്നു മാമുക്കോയുടേത്. ആ ജീവിതത്തിനിടയിലും അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കുന്നതിന് സമയം കണ്ടെത്തി. ഈ ജീവിതത്തിന്റെ ആകെ തുകയാണ് സിനിമയിൽ നമ്മൾ കണ്ട മാമുക്കോയ എന്ന നടനെന്ന് പറയേണ്ടി വരും. എന്താ മോളെ മിസ് കുമാരി,
ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? 1946 കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിൽ മമ്മദിന്റെയും ഇമ്പച്ചി ആയിഷയുടെയും മകനായിട്ടായിരുന്നു മാമുക്കോയയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മാമുക്കോയ ജ്യേഷ്ഠന്റെ സംരക്ഷണയിലായിരുന്നു വളർന്നത്. കോഴിക്കോട് MM ഹൈസ്കൂളിലാണ് തന്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാമുക്കോയ പൂർത്തിയാക്കിയത്. സ്കൂൾ കാലയളവിൽ തന്നെ പഠനത്തിനോടൊപ്പം നാടക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു മാമുക്കോയ. ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് എന്തെങ്കിലും ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന്റെ മുൻപിലുള്ള പ്രധാന ലക്ഷ്യം. എനിക്ക് തന്നെ ഡ്രൈവിംഗ് അറിയില്ല, എന്നിട്ടാണ് നാട്ടുകാർക്ക് ഡ്രൈവിംഗ്. പഠനം നിർത്തി ജോലി അന്വേഷിച്ചിറങ്ങിയ മാമുക്കോയയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ തന്നെ കല്ലായിയിൽ ഒരു തടി ഡിപ്പോയിൽ മരം അളക്കുന്ന ജോലി കിട്ടി. മരത്തിന് നമ്പർ ഇടുക, ക്വാളിറ്റി നിശ്ചയിക്കുക, അളവെടുക്കുക തുടങ്ങിയവയായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ ജോലി. താമസിയാതെ തന്നെ അദ്ദേഹം ആ ജോലിയിൽ വിദഗ്ധനായി മാറുകയും ചെയ്തു. ഇതിനിടയിലും തന്റെ നാടകപ്രേമം അദ്ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. കല്ലായിലെ മരമളക്കലും നാടക പ്രവർത്തനങ്ങളും എല്ലാം അദ്ദേഹം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. കോഴിക്കോട്ടും സമീപ പ്രദേശങ്ങളുമുള്ള നിരവധി നാടക സിനിമാ പ്രവർത്തകരുമായി അദ്ദേഹം സൗഹൃദത്തിലാവുകയും ചെയ്തു. അവിടെ തന്നെ വെച്ചോളാം, ഞാൻ പല പ്രാവശ്യം പറയണു. തടി ഡിപ്പോയുടെ ജോലിക്കിടയിൽ ഉണ്ടാക്കിയ നാടക സൗഹൃദങ്ങളാണ് മാമുക്കോയെ സിനിമാ ലോകത്തേക്ക് എത്തിച്ചതെന്ന് പറയാം. തന്റെ അന്നത്തെ നാടക സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു നാടകം സിനിമയാക്കി മാറ്റുവാൻ തീരുമാനിക്കുന്നു. കൂട്ടുകാരുടെ ആ ആഗ്രഹം തന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുവാൻ പോകുന്നതാണെന്ന് മാമുക്കോയ പോലും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ആ സൗഹൃദ കൂട്ടായ്മ നിലമ്പൂർ ബാലനെ സംവിധായകനാക്കിക്കൊണ്ട് അന്യരുടെ ഭൂമി എന്ന സിനിമ നിർമ്മിക്കുന്നു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ തന്നെയായിരുന്നു മാമുക്കോയയുടെ സിനിമാ പ്രവേശനവും. ഇവിടെ ഒളിച്ചിരിക്കല്ലേ, ഞാൻ വീട്ടിൽ പോയിരുന്നു, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. സത്യം പറയാലോ മോനെ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നമ്മൾ ചില നടന്മാരെ കുറിച്ച് പറയാറുണ്ട്, അഭിനയിച്ചു ഞെട്ടിച്ചു, തകർപ്പൻ പ്രകടനം, അത്ഭുതപ്പെടുത്തുന്ന അഭിനയം എന്നൊക്കെ. എന്നാൽ അഭിനയത്തിന്റെ ഈ ടെക്നിക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തികച്ചും സ്വാഭാവികമായി പെരുമാറിക്കൊണ്ട് കാണികളെ അമ്പരപ്പിക്കുവാനുള്ള കഴിവ്, അതൊന്ന് വേറെ തന്നെയാണ്. ഒരു നടന്റെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ അത് തങ്ങളിൽ ഒരാളാണെന്ന് തോന്നുകയാണെങ്കിൽ ആ നടന്റെ പ്രകടനം മാത്രമല്ല, ആ രംഗവും മനസ്സിൽ ആഴത്തിൽ പതിയും. അത്തരത്തിൽ ലളിതമായ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നതിൽ അതിവിദഗ്ധനാണ് മാമുക്കോയ. നിങ്ങളുടെ ഉള്ളിൽ വേദനിക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മിസ്റ്റർ നായർ. ഒരു കാലത്ത് നാടക നടനായിട്ടാണ് മാമുക്കോയ കലാരംഗത്തേക്ക് കടന്നു വന്നത്. KT മുഹമ്മദ്, വാസു പ്രദീപ്, B മുഹമ്മദ്, AK പുതിയങ്ങാടി എന്നിവരുടെ നാടകങ്ങളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. 1979 നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വന്നത്. ആ ചിത്രത്തിന് ശേഷം 2 വർഷങ്ങൾക്കപ്പുറം 1982 മാമുക്കോയയ്ക്ക് മറ്റൊരു ചിത്രത്തിൽ അവസരം ലഭിക്കുന്നത്. S കൊന്നനാട്ടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സുറുമയിട്ട കണ്ണുകൾ എന്ന സിനിമയായിരുന്നു അത്. ഈ സിനിമയിലേക്ക് മാമുക്കോയെ ശുപാർശ ചെയ്തത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. അല്ലാതെ ഒരു BJP-ക്കാരും CPM-കാരും തമ്മിൽ കണ്ടുമുട്ടിയതുപോലെ ആവരുത്. 1986 സിബി മലയിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിലാണ് ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ മാമുക്കോയ ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ചിത്രത്തിൽ മാമുക്കോയയ്ക്ക് അധികം രംഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാമുക്കോയയുടെ അതിഗംഭീരമായ പ്രകടനങ്ങൾ തിരിച്ചറിഞ്ഞ സംവിധായകൻ ചിത്രത്തിലേക്ക് കൂടുതൽ രംഗങ്ങൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് താൻ തടി ഡിപ്പോയിലെ ജോലിയും നാടകാഭിനയവും നിർത്തിയതെന്ന് മാമുക്കോയ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സിനിമയിലെ പ്രകടനം വഴി അദ്ദേഹത്തെ തേടി കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു. എന്താ ചെയ്യാ, ഇനി ഇത് നടക്കാൻ പുഴ വരെ പോണം, കിണറ്റിലാണ് കപ്പിയും കയറുമില്ല. ശ്രീനിവാസൻ, സത്യനന്ദിക്കാട് ടീമിനോടൊപ്പമുള്ള സൗഹൃദമാണ് മാമുക്കോയയുടെ സിനിമാ ജീവിതത്തിലുണ്ടായ മറ്റൊരു വഴിത്തിരിവ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു വിജയ കൂട്ടുകെട്ടായി മാറി ഇത്. പിന്നീട് അങ്ങോട്ട് സത്യനന്ദിക്കാട് ചിത്രങ്ങളിൽ ഒരു സ്ഥിര സാന്നിധ്യമായി മാമുക്കോയ മാറി. ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാളികൾ ആഘോഷിക്കത്തക്കവണ്ണം ശ്രദ്ധേയമായിരുന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയായി? എന്ത് തോന്നിയാസം കേട്ടുകൊണ്ടിരിക്കുന്ന മണ്ടം കുറിപ്പാണ് ഞാനെന്നോ? പതിറ്റാണ്ടുകൾ നീണ്ടു നിന്നിരുന്ന സിനിമാ ജീവിതം ഉണ്ടായിരുന്ന കലാകാരനാണ് മാമുക്കോയ. എങ്കിലും അദ്ദേഹത്തിലെ അഭിനയ സാധ്യതകളെ വേണ്ട രീതിയിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ വേണം
പറയുവാൻ മാമുക്കോയെ തേടി എത്തിയിരുന്നത് കൂടുതലും ഹാസ്യവേഷങ്ങൾ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ലഭിച്ചിരുന്ന ജനകീയത തന്നെയായിരുന്നു അതിന്റെ കാരണവും. എങ്കിലും ഇതിനിടയിൽ അദ്ദേഹത്തിന് വീണു കിട്ടിയ ആഴമേറിയ സ്വഭാവ കഥാപാത്രങ്ങൾ മികവുറ്റതാക്കിക്കൊണ്ട് അദ്ദേഹം മലയാളികളെ അമ്പരപ്പിച്ചു. ഇന്ത്യൻ റുപ്പി, പെരുമഴക്കാലം, തീർപ്പ്, പുത്തൻ പണം എന്നീ ചിത്രങ്ങളിലെ പ്രകടനം അതിന് ഉദാഹരണങ്ങളാണ്. വാട്ട് ഈസ് ദിസ്? നോ ഐഡിയ. 4 പതിറ്റാണ്ടുകൾ നീണ്ടു നിന്നിരുന്ന അഭിനയ ജീവിതത്തിൽ ഏകദേശം 450-ൽ പരം ചിത്രങ്ങളിലാണ് മാമുക്കോയ അഭിനയിച്ചത്. മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയപ്പോൾ ആദ്യ വർഷത്തെ വിജയ് മാമുക്കോയായിരുന്നു. 2023 ഏപ്രിൽ 24-ന് മലപ്പുറത്തുള്ള കളിയക്കാവിൽ ഒരു സെവൻസ് ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ കാർഡിയക് അറസ്റ്റിനെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ശേഷം ഏപ്രിൽ 26-ന് കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്റെ 76-ാമത്തെ വയസ്സിൽ ആ അതുല്യ കലാകാരൻ മരണമടഞ്ഞു. ആ കലാകാരന്റെ മരണമില്ലാത്ത നിരവധി കഥാപാത്രങ്ങളെ ഓർത്തുകൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ഏഞ്ചൽ മേരി. ബൈ.